ഏറ്റവും ഭീകരമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടാൻ ആരുമില്ല, അല്ലെങ്കിൽ അതുമൂലമുള്ള ഏകാന്തതയാണെന്നാണ് പറയുന്നത്. എത്ര അർത്ഥവത്തായ ഒരു കോട്ടാണ് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ലോൺലിനെസ് ആണ്. ഇന്ന് മൈൻഡ് പ്ലസിന്റെ 1151 ദിവസമാണ്. ഒരു മുടക്കവുമില്ലാതെ ഇത്രയും ദിവസമായി മൈൻഡ് പ്ലസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോൺലിനെസ് എന്ന ടോപ്പിക്ക് ഞാൻ എടുക്കാനായിട്ട് ഇതിന്റെ പുറകിലൊരു കാര്യമുണ്ട്. ഒന്ന് രണ്ട് നമ്മുടെ മൈൻഡ് പ്ലസിലുള്ളവർ തന്നെ എന്നോട് ഈ ലോൺലിനെസ് അവരെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇനി അടുത്ത വിഷയം ലോൺലിനെസ് തന്നെ എടുത്തേക്കാം എന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ലോൺലിനെസ്? വാട്ട് ഈസ് ലോൺലിനെസ്? Loneliness is the subjective experience of social isolation characterized by a feeling of emptiness and disconnection from others. ഇവിടെ നമുക്ക് ഒരു എംപ്റ്റിനെസ് ആണ്, ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആകുന്നു. ഇതൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഈ ലോൺലിനെസ്സും ബീയിങ് അലോണും ഒന്നാണോ? അല്ല. ബീയിങ് അലോൺ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കിരിക്കാനാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാര് രാവിലത്തെ ഹെക്ടിക് വർക്കെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിൽ പോയി കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയം അവർക്ക് പേഴ്സണലായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. അവിടെ ഫീൽസ് കണക്റ്റഡ് ആണ്. അവിടെ നമുക്ക് ഒരു ഡിസ്കണക്റ്റഡ് ഫീലിംഗ് ഇല്ല. അതേസമയം ലോൺലിനെസ് എന്ന് പറയുമ്പോൾ അത് ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ്, ഒരു വൈകാരിക അവസ്ഥയാണ്. അവിടെ നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതാണ് ബീയിങ് അലോണും ലോൺലിനെസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതാരെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആരെ വേണമെങ്കിലും അഫക്റ്റ് ചെയ്യാം. താൽക്കാലികമായി പലർക്കും ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടത് ആയി വന്നിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് ഒരു ജോലി സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ലോൺലിനെസ് അനുഭവപ്പെടും. അതുപോലെ തന്നെ പഠിക്കാനായി ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും അപ്പോഴെല്ലാം നമുക്ക് ലോൺലിനെസ് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ നമ്മളിത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായി വൾണറബിലിറ്റി ഇത് അഫക്റ്റ് ചെയ്യാനായിട്ട് ഉള്ളത് നമ്മൾ പ്രായമേറിയവരിലാണ്. മധ്യവയസ്സ് കഴിഞ്ഞവരിലും പ്രായമായവരിലുമാണ് ഏറ്റവും കൂടുതൽ ഈ ലോൺലിനെസ് അല്ലെങ്കിൽ എംപ്റ്റി ഫീലിംഗ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാം. ഇനി ഇതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫാക്ടേഴ്സ് ലീഡിങ് ടു ലോൺലിനെസ്. ഡെത്ത് ഓഫ് അവർ ലവ്ഡ് വൺസ്, എസ്പെഷ്യലി പാർട്ട്ണർ. രണ്ടുപേരും കൂടിയുള്ള ആ ഒരു കമ്പാനിയൻഷിപ്പാണ് വളരെ അവസാന കാലങ്ങളിലൊക്കെ കൂടുതലായിട്ട് പ്രായമേറിയവരിൽ. അപ്പോൾ ഒരാളെ പെട്ടെന്ന് പ്രത്യേകിച്ചും ഒരു അവിചാരിതമായിട്ടുള്ള ഒരു വേർപാടാണെങ്കിൽ അത് വല്ലാത്ത ശൂന്യത അനുഭവപ്പെടുത്തും. അപ്പോൾ നമ്മൾ തികച്ചും ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം. എന്താണ് ഈ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്? അതായത് കുട്ടികളെല്ലാം നമ്മൾ വളർന്നു കഴിഞ്ഞു, ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വേറെ താമസിക്കുക, അവർ വേറൊരു യൂണിറ്റായി മാറുമ്പോൾ നമുക്ക് ഒരു ശൂന്യത അനുഭവപ്പെടും. പ്രത്യേകിച്ചും അത് അനുഭവപ്പെടുന്നത് സ്ത്രീകളിലാണ് കേട്ടോ. അപ്പോൾ ആ അവസ്ഥയ്ക്കാണ് എംപ്റ്റിനെസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതുവരെ കുട്ടികൾ എല്ലാ കാര്യത്തിനും നമ്മളുടെ അഡ്വൈസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടന്നു. ഇപ്പോൾ അവർ നമ്മളുമായിട്ട് കണക്റ്റഡ് അല്ല എന്നുള്ള ഒരു ഫീലിംഗിൽ തുടർന്ന് ഉണ്ടാകുന്ന ഒരവസ്ഥയാണിത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഈ നമ്മളെ ന്യൂക്ലിയർ ഫാമിലിയും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഈ എംപ്റ്റിനെസ് സിൻഡ്രോം വളരെ കൂടുതലാണ്.
അടുത്തതായി ക്രോണിക് ഇൽനെസ്, പ്രത്യേകിച്ചും ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസാണ്. ഒരു ക്രോണിക് ആയിട്ടുള്ള അസുഖമാവുമ്പോൾ ആദ്യമെല്ലാം ഓരോ വിസിറ്റ് ഒക്കെ ആളുകൾ നടത്തും, പിന്നീട് ആളുകൾ അത് വരാതെയാകും, ചിലപ്പോൾ വീട്ടുകാർ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ക്രോണിക് ഇൽനെസ്സിൽ ആ രോഗി അനുഭവിക്കുന്നത് വല്ലാത്തൊരു ശൂന്യതയും ഒരു ഡിസ്കണക്റ്റഡ് ഫീലിംഗുമാണ്. ചിലർക്കെല്ലാം റിട്ടയർമെന്റ് സമയത്തും വലിയ പോസ്റ്റിലൊക്കെ ഇരുന്ന് റിട്ടയർ ചെയ്തതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ റിട്ടയർമെന്റ് കഴിയുമ്പോൾ വല്ലാത്തൊരു ശൂന്യതയും ഈ ലോൺലിനെസ്സും അനുഭവപ്പെടാറുണ്ട്. ഇനിയും ധാരാളം കാരണങ്ങളുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ മാത്രമേ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഒരു ആരോഗ്യ പ്രശ്നം എന്താണെന്നാണ് നോക്കേണ്ടത്. ഈ ലോൺലിനെസ് നമ്മളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. WHO പറയുന്നു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു, ഇതിന്റെ ഹെൽത്ത് റിസ്ക്, ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് കമ്പയറബിൾ ടു സ്മോക്കിംഗ് ഡെയിലി, എക്സസീവ് ഡ്രിങ്കിങ് ആൻഡ് ഒബീസിറ്റി. നമുക്കറിയാം ഈ 3 കാര്യങ്ങളും ഒരു പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപകട സാധ്യത വരുത്തുന്ന ഘടകങ്ങളാണ്. ഡെയിലി സ്മോക്കിങ്, എക്സസീവ് ഡ്രിങ്കിങ്, ഒബീസിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഗൗരവതരമാണ് ഈ ഹെൽത്ത് കോൺസിക്വൻസസ്. അപ്പൊ ഈ ലോൺലിനെസ്സിനെ കുറിച്ച് ആധികാരികമായ പഠനം നടത്തിയ WHO കണ്ടുപിടിച്ചിരിക്കുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 50% ഇൻക്രീസ് റിസ്ക് ഓഫ് ഡിമെൻഷ്യ, ഈ മറവി രോഗത്തിന് 50% സാധ്യത ലോൺലിനെസ് കൂട്ടുന്നു എന്നാണ്. അതുപോലെ തന്നെ 30% ഇൻക്രീസ് റിസ്ക് ഫോർ സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് ഡിസീസ്. നമുക്കറിയാം ഈ സ്ട്രോക്കും ഹാർട്ട് ഡിസീസും ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. അതിന്റെ സാധ്യത സാധാരണക്കാരിൽ നിന്ന് 30% അധികമായി ഈ ലോൺലിനെസ് അനുഭവിക്കുന്നവർക്ക് കാണുന്നു. അതുപോലെ തന്നെ 25% ഇൻക്രീസ് റിസ്ക് ഓഫ് ഏർലി ഡെത്ത്, നേരത്തെയുള്ള മരണത്തിനും ഇത് കാരണമാക്കുന്നു. ഇതാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ ലോൺലിനെസ് നമുക്കുണ്ടാക്കുന്ന ഹെൽത്ത് റിസ്ക് ഇതൊക്കെയാണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. എന്തൊക്കെ ആക്ഷൻ സ്റ്റെപ്പുകളാണ് നമുക്ക് ഈ ലോൺലിനെസ്, അതിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്. ആദ്യമായിട്ട് ട്രൈ സംതിങ് സിമ്പിൾ. വളരെ ലളിതമായ ചെറിയ കാര്യങ്ങൾ നമുക്ക് വെച്ച് തുടങ്ങാം. വീട്ടിൽ അടച്ചിരിക്കാതെ പുറത്തേക്കൊന്ന് ഇറങ്ങുക. ഈവൺ ഒരു ഗ്രോസറി ഷോപ്പിലോ സൂപ്പർ മാർക്കറ്റിലോ പോകുന്നത് പോലും നമുക്ക് വ്യത്യാസമുണ്ടാക്കും. ധാരാളം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെ നമ്മുടെ ഒരു മൂഡൊന്ന് എലിവേറ്റ് ചെയ്യാനും ഈ ശൂന്യതയിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും കുറേയേറെ സഹായിക്കുന്നു. അത് കേൾക്കുമ്പോൾ വളരെ ലളിതമാണ് അല്ലേ? പക്ഷെ നമുക്ക് ആരംഭിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഫിസിക്കൽ ആക്ടിവിറ്റി. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും സംശയമുണ്ട്, എന്ത് തരം ഫിസിക്കൽ ആക്ടിവിറ്റി? ഏത് ടൈപ്പും ആകാം. ഒരു നടത്തം മതി, സിമ്പിൾ വാക്കിംഗ്. അത് പലരും ഇപ്പൊ മോർണിംഗ് വാക്കാണ്, ചിലരൊക്കെ ഈവനിങ് വാക്ക് ഉണ്ട്. ഏത് തന്നെ ഒരു നടത്തം, പ്രഭാത സവാരി ആകുമ്പോൾ നമുക്കൊരു ഫ്രഷ് എയർ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാം ഈ പ്രഭാത സവാരിയൊക്കെ നമുക്കൊരു റിസ്ക് ഉണ്ടാക്കുന്നുണ്ട്, ട്രാഫിക് ആക്സിഡൻസും അങ്ങനെയെല്ലാം. അപ്പോൾ അത് അങ്ങനെയൊന്നും തിരക്കില്ലാത്ത സ്ഥലത്തു കൂടിയുള്ള ഒരു മോർണിംഗ് വാക്ക് വളരെ നമുക്ക് ഉള്ളിലൊരു സാന്ത്വനം നൽകുന്നുണ്ട്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ മീറ്റ് ചെയ്യുക, അവരുമായിട്ട് നമ്മൾ നമ്മുടെ ഐഡിയ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു അവസരമാണ് ഈ നടത്തത്തിലൂടെ നമുക്ക്, ഒരു വാക്കിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ നടത്തം തന്നെയാണോ എന്ന് യാതൊരു നിർബന്ധവുമില്ല കേട്ടോ. നമുക്ക് ജിമ്മിൽ ചേരാം, അത് പറ്റുന്നവർക്ക് ജിമ്മിൽ പോകാം. അതല്ലെങ്കിൽ ഇപ്പോൾ യോഗ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, യോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഇതും ഇപ്പോൾ ഓൺലൈൻ, നമ്മൾ പോകേണ്ട പോലും ആവശ്യമില്ല. ഓൺലൈനായിട്ട് യോഗ പഠിപ്പിക്കുന്ന പല ഇതുമുണ്ട്. നമ്മുടെ മൈൻഡ് പ്ലസിൽ തന്നെ ഒരുപാട് യോഗ മാസ്റ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതും നമുക്ക് പരിശീലിക്കാവുന്നതാണ്.
എന്താണ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ? ഈ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളിൽ ഫീൽ ഗുഡ് ഹോർമോൺസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുമൂലം നമുക്ക് ആ ഒരു ശൂന്യത അല്ലെങ്കിൽ ആ ഒരു സാഡ്നെസ് എല്ലാം മാറി നമുക്കൊരു നല്ല ഫീൽ ഉണ്ടാകാനായിട്ട് നമ്മളെ ഇത് സഹായിക്കുന്നു. അതാണ് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ഇനി മൂന്നാമതായി, ട്രൈ സംതിങ് ന്യൂ. പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് ആരംഭിക്കാം. എൻ്റെ വീടിൻ്റെ അടുത്ത ഒരു ചേച്ചിയുണ്ട്, അയൽവാസി. ആ ചേച്ചിയും ഹസ്ബൻഡും കൂടിയായിരുന്നു താമസം. പെട്ടെന്ന് അദ്ദേഹം മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഈ ചേച്ചി പുതിയതായിട്ട് കഥയും കവിതയും എഴുതാൻ തുടങ്ങി. എഴുതിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം ആ ചേച്ചിയുടെ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുക, പ്രകാശനം ചെയ്യുകയുണ്ടായി. ഞാൻ ആ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. വളരെ സന്തോഷമാണ്. ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ കവിതയും കഥയും എല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. അപ്പോൾ ധാരാളമായി ചേച്ചിക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നു. ചേച്ചി ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. ഇപ്പൊ എന്നോട് പറയുകയുണ്ടായി, എനിക്ക് ഒന്നിനും സമയമില്ല, എപ്പോഴും ഈ എഴുത്തിനുള്ള ആശയങ്ങളാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിറയുന്നത്. വേറെ ഒന്നും എനിക്ക് ചിന്തിക്കാൻ സമയമില്ല, ഏകാന്തത എന്നെ ശല്യപ്പെടുത്തുന്നേ ഇല്ല. ഇത് എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല എഴുത്തൊന്നും, പക്ഷെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു തുടങ്ങാവുന്ന, ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. പെയിന്റിങ് ആവാം, മ്യൂസിക് ആവാം, അല്ലെങ്കിൽ കുക്കിംഗ് ആവാം. ഇതൊന്നുമല്ല, ചിലർ പറയും, അയ്യോ എനിക്ക് ഏതാണ് എനിക്ക് എൻ്റെ അഭിരുചി എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്ന, അങ്ങനെയുള്ളവർക്കാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഓൺലൈനായിട്ട് എന്താണ് നമുക്ക് ക്ലാസ്സുകൾ ലഭ്യമല്ലാത്തത്? ഈവൻ സംസ്കൃതം പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം, നാരായണീയൻ ക്ലാസ് ഉണ്ട്, ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്. എന്താണോ നമ്മുടെ അഭിരുചി അതിലേക്ക് നമുക്ക് പുതിയ ഒരു മേഖല നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ആ മേഖലയിലേക്ക് നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാവുന്നതാണ്. നാലാമതായി, കണക്ട് വിത്ത് പീപ്പിൾ. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി ഒരു കണക്ഷൻ, ഫോൺ എടുക്കുക, അതൊരു റിലേറ്റീവ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആവാം. നമ്മളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുക, അത് എത്രമാത്രം നമുക്ക് സാന്ത്വനം നൽകുന്നു. അതിലൂടെ നമുക്ക് എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പൊ പലരും ഇങ്ങനെയുള്ള ഈ വേർപാടിൻ്റെയൊക്കെ സമയത്ത് ഇതുപോലെ ഒരു വളരെ ആത്മാർത്ഥമായ ഒരു സുഹൃത്തോ ബന്ധുവോ സ്ഥിരമായി അവരെ ഒരു കോണ്ടാക്ട് ചെയ്യുക, അവർ തിരിച്ചും വിളിക്കുക എന്ന് പറയുന്നത് വലിയൊരു സമാശ്വാസമാണ് നൽകുന്നത്. അഞ്ചാമതായി, വോളണ്ടിയർ ടു ഹെൽപ്പ്. നമുക്ക് പല എക്സ്പെർട്ടൈസും കാണും. ഈ എക്സ്പെർട്ടൈസ് നമ്മൾ വെറുതെ ഇരുന്ന് നശിപ്പിക്കേണ്ടവയല്ല. നമുക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ജോയ് ഓഫ് ഗിവിങ് നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് അത് മറ്റുള്ളവർക്ക് നൽകാം. ചെറിയ കാര്യമായിക്കോട്ടെ, നമ്മുടെ അടുത്തുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ നൽകാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ അവയർനെസ്, ഇപ്പോൾ എല്ലാവർക്കും ഡിജിറ്റൽ യുഗമാണ് അല്ലേ? അപ്പോൾ അതറിയാത്ത ഒത്തിരി സ്ത്രീകളുണ്ട്. അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്പേർട്ടാണ്, ഒരു വേസ്റ്റ് ഡിസ്പോസലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ലോക്കൽ ബോഡി ആയിട്ട് ചേർന്ന് അതിൻ്റെ ഒരു കൺസൾട്ടേഷനും നൽകാവുന്നതാണ്. എന്താണോ ഏതിലാണോ നമ്മൾക്ക് ഒരു കൂടുതൽ പരിചയമുള്ളത്, അനുഭവമുള്ളത്, അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് സന്തോഷവും ലഭിക്കുന്നു, നമ്മൾ എൻഗേജ്ഡ് ആവുകയും ചെയ്യുന്നു. ആറാമതായി, ഗാർഡനിങ്. പലരും ഈ ഗാർഡനിങ് എന്ന് പറയുമ്പോൾ ചിലർ പറയും, അയ്യോ എനിക്ക് സ്ഥലമില്ലല്ലോ, ചെറിയൊരു വീടും ചെറിയ മുറ്റവുമേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് ചട്ടിയിലാണെങ്കിലും പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കാം. പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ പോലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് നട്ട് നനച്ച് അതിൽ ആദ്യത്തെ പൂ വിരിയുമ്പോഴോ അല്ലെങ്കിൽ അതിൽ നിന്ന് ആദ്യത്തെ ഒരു ടൊമാറ്റോയോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, അത് നമുക്ക് വളരെയധികം നമ്മുടെ മൂഡ് എലിവേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ക്രിയേറ്റീവ് വർക്കാണ്. ഇങ്ങനെ ക്രിയാത്മകമായ ഏത് പ്രവൃത്തിയിലും നമുക്ക് ഏർപ്പെടാവുന്നതാണ്. റീഡിങ് എ ബുക്ക്.
റീഡിങ് തന്നെ നമ്മളെ ശൂന്യത മാറ്റാൻ വളരെയധികം സഹായിക്കും. ചിലർ പറയും, അയ്യോ എനിക്ക് പുസ്തകങ്ങൾ ലഭ്യമല്ല. നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ വായിക്കണമെന്ന് വിചാരിച്ചാലും നമുക്ക് അനന്തമായ സാധ്യതകളാണുള്ളത്. ഓൺലൈനിൽ കൂടി തന്നെ നമുക്ക് വായന സാധ്യമാണ്. അപ്പോൾ വളരെയധികം സന്തോഷം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ, ചിലർക്ക് യാത്രാ വിവരണങ്ങളായിരിക്കും ഇഷ്ടം, ചിലർക്ക് ആത്മകഥയായിരിക്കും, ചിലർക്ക് ഫിലോസഫി ആയിരിക്കും. എന്താണോ നമുക്ക് താല്പര്യം, ആ തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക, അത് വായിക്കുക. തീർച്ചയായും നമ്മളുടെ ഒറ്റപ്പെടലിനെ ഒഴിവാക്കും. അടുത്തതായി ലിസണിങ് ടു മ്യൂസിക്. നമുക്കിഷ്ടമുള്ള, നമുക്കറിയാം ചില പാട്ടുകൾ നമ്മളെ എത്രത്തോളം സന്തോഷമുണ്ടാക്കുന്നു. ചെറുപ്പത്തിലേ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകൾ നമുക്ക് ആ സ്റ്റേറ്റിലേക്ക് പോകും. നമ്മൾ NLP പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, മെലഡി ആവട്ടെ, അല്ലെങ്കിൽ ചിലർക്ക് ഭജനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ക്ലാസിക്കലായിരിക്കും. എന്താണോ നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ചുള്ള ആ മ്യൂസിക് നമ്മൾ ശ്രവിക്കുന്നത് പോലും, ആ പാട്ട് കേൾക്കുന്നത് പോലും നമ്മുടെ ഈ ഒരു ഒറ്റപ്പെടൽ ഒഴിവാക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അവസാനമായി നമ്മൾ പറയുകയാണെങ്കിൽ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മിക്കവാറും ഈ പ്രായമായവരൊക്കെ ആണെങ്കിൽ പല അസുഖങ്ങൾക്കും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിലാവുമ്പോൾ മരുന്ന് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് മറന്നു പോവുക, മടി പിടിക്കുക, ഇതെല്ലാം സാധാരണമാണ്. അതൊന്നും പാടില്ല. റെഗുലർ ആയിട്ടുള്ള നമ്മളുടെ ചെക്കപ്പുകളാവട്ടെ, മെഡിസിൻസ് ആവട്ടെ, അതുപോലെ തന്നെ കൊച്ചു കൊച്ചു എക്സസൈസ്, മൊബിലിറ്റിയാണ് ഏറ്റവും പ്രധാനം പ്രായമായി കഴിഞ്ഞാൽ. ആ എക്സസൈസ് ആവട്ടെ എല്ലാം നമ്മൾ കൃത്യമായി പാലിക്കുകയും, അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ ആഹാരം. വളരെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല ഊർജം ലഭിക്കുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഉന്മേഷവും നമുക്കിത് മൂലം ലഭിക്കുന്നുണ്ട്. അപ്പോൾ സെൽഫ് കെയർ, ഇവിടെ ജോർജ് സാർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് സെൽഫ് ലവ്, അല്ലേ? ആ സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മളെ ജീവിതം കഴിഞ്ഞു എന്ന് കരുതി ഇരിക്കാതെ നമ്മൾ ജീവിക്കുന്ന ഈ പ്രസന്റിൽ ജീവിക്കുക. കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ടുള്ള ഭാരം പേറാതെ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളില്ലാതെ ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക. വളരെ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, ഇതെല്ലാം ഒരു അവസ്ഥ മാത്രമാണ്. ഇത് ഒരിക്കലും പെർമനന്റ് അല്ല, ഇതൊരു താത്കാലിക അവസ്ഥയാണ്. ദിസ് ടു ഷാൽ പാസ്, നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും പരമമായ സത്യമാണത്. അതെപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഇതും കടന്നു പോകും, ഈ അവസ്ഥ മാറും എന്നുള്ള കാര്യം. അവസാനമായിട്ട് ഓൾവേസ് ബി ചിയർഫുൾ ABC പ്രിൻസിപ്പിളാണ്. എപ്പോഴും സന്തോഷമായിട്ടിരുന്ന് മൈൻഡ്ഫുൾനെസ്സോടുകൂടി നമുക്ക് ഈ ഏകാന്തതയെ നമുക്ക് തുരുത്തി ഓടിക്കാം. റൂമി പറയുന്നു, ഡു നോട്ട് ഫീൽ ലോൺലി, ദ എൻറ്റയർ യൂണിവേഴ്സ് ഈസ് ഇൻസൈഡ് യു. ഒരിക്കലും നമ്മൾ ഏകാഗിയല്ല, കാരണം ഈ പ്രപഞ്ചം നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് റൂമിയുടെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം.